ഇന്നത്തെ കാലത്ത് നമ്മൾ സ്ത്രീകൾ കരിയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. ശരിക്കും നമ്മൾ കരിയർ ഓറിയൻറ്റഡ് ആണ്. ഈ നമ്മുടെ ഫാമിലി ലൈഫും കരിയറും തമ്മിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ കരിയറിൽ എങ്ങനെ സക്സസ്ഫുൾ ആവാം എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അടുത്ത സെഗ്മെൻറ്റ്. ഹലോ എവ്രി വൺ. കരിയറിൽ നമ്മളെല്ലാവരും ഒരുപാട് ചാലഞ്ചസ് നേരിടുന്നവരാണ്. ഈ ചാലഞ്ചസിനെ എങ്ങനെ ഫേസ് ചെയ്യാം, എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഇമേജ് പരിവർത്തൻ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റുഡിയോ പാർട്ട്ണറും മെൻറ്ററുമായ മിസ് ഇന്ദുവിനെ പരിചയപ്പെടാം. ഹലോ ഇന്ദു. ഹായ് ദീപ. മിക്ക പ്രൊഫഷണൽസും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. ഈവൻ നമുക്കാണെങ്കിൽ പോലും വർക്ക് പ്രഷർ ഉണ്ട്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം, സ്ട്രെസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ജോലി ലോകത്തുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സ്ട്രെസ് അതിൻ്റെ ഭാഗമാണ്. അപ്പം ഏത് കാര്യത്തിനും നമ്മൾ പറയും എല്ലാത്തിനും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്, ഏത് കാര്യത്തിനും. അപ്പം അതുപോലെ ഒരു നെഗറ്റീവ് കാര്യമാണ് ഈ സ്ട്രെസ് എന്നുള്ളത്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളത് പെർഫെക്റ്റ്ലി നാച്ചുറലാണ്. നമുക്ക് സ്ട്രെസ് ഇല്ലെങ്കിലാണ് നമ്മൾ വറി ചെയ്യേണ്ടത്. കാരണം സ്ട്രെസ് ഇല്ലെങ്കിൽ നമ്മൾ നോർമലല്ല. നോർമലായിട്ടുള്ള ഏത് ഹ്യൂമൻ ബീങ്ങിനും സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ സ്ട്രെസ്സിനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ട്രെസ്സിനെ നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മളിൽ പലരും ഓഫീസിലെ സ്ട്രെസ്സ് വീട്ടിലേക്കും വീട്ടിലെ സ്ട്രെസ്സ് ഓഫീസിലേക്കും കൊണ്ടുവരുന്നവരാണ്. ഈ സ്ട്രെസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റും. അപ്പം എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? പല രീതികൾ, ഇപ്പോൾ പലരും പല ടെക്നിക്സും പറയുന്നുണ്ട്. അപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുള്ളത് യോഗ അല്ലെങ്കിൽ സിമ്പിൾ ബ്രീത്തിങ് എക്സസൈസസ് ഭയങ്കര വളരെ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം നമുക്ക് ഏവർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, രാത്രി കിടക്കാൻ പോണതിൻ്റെ മുന്നേ ഒരു ഡയറി, നമ്മുടെ പേഴ്സണൽ ഡയറി ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത ഓരോ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ വരെ ചെയ്ത നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എഴുതി വെക്കുക. സെൽഫ് അനാലിസിസ്. അപ്പോൾ ആ ചീത്ത കാര്യങ്ങളിലുണ്ടാവും, ഇന്ന് അമ്മയുടെ അടുത്ത് ഷൗട്ട് ചെയ്തു, 2 ഓഫീസിലെ കൂട്ടുകാർ ഒരു കാര്യം ചോദിച്ചപ്പോൾ ചെയ്തു കൊടുത്തില്ല, കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഒരു തീരുമാനം എടുക്കുക, എൻ്റെ ഈ ലിസ്റ്റിൽ, ഈ പോസിറ്റീവ് നെഗറ്റീവ് ലിസ്റ്റിൽ നെഗറ്റീവ്സ് ഞാൻ കുറച്ച് കൊണ്ടുവരും. ഇത് മാത്രമല്ല, നമ്മൾ ഈ ഡയറി എഴുതുമ്പോഴേക്കും, ഈ അനാലിസിസ് എഴുതുമ്പോഴേക്കും ഈ എല്ലാ വികാരങ്ങൾക്കും ഒരു വെൻറ്റ് വേണം, അത് പുറത്തേക്ക് പോകണം. ഏത് കാര്യം അതല്ലാതെ അകത്ത് തന്നെ ഇരിക്കുമ്പോഴാണ് ഇത് ഒരു പൊട്ടിത്തെറിയായിട്ട് സ്ട്രെസ്സായി വരുന്നത്. അപ്പോൾ ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പോയി. അപ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള ഏറ്റവും നല്ലൊരു ഉപായമാണ് നമ്മൾ ഈ എഴുതുക എന്നുള്ളത്. അപ്പോൾ അത് പുറത്തേക്ക് ആ പറഞ്ഞ കാര്യം പിന്നെ നമ്മളെ വറി ചെയ്യില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ വളരെ ഈസിയായി കിടന്ന ശേഷം നമ്മൾ സങ്കല്പിക്കുക, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ കിടക്കുന്നത് നമ്മൾ സങ്കല്പിക്കുക. ഒരു പക്ഷേ അത് സ്വന്തം അമ്മയുടെ മടിയിലായിരിക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് സ്വന്തം അമ്മയുടെ മടിയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്ക് ഇഷ്ടം. അല്ലെങ്കിൽ അത് മനോഹരമായ സ്ഥലം, ഇങ്ങനെ അത് പേഴ്സണൽ ചോയ്സാണ്, നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ചിന്തിച്ച്, അങ്ങനെ സങ്കല്പിച്ച് 21 ശ്വാസം, അങ്ങനെ ഡീപ്പ് ബ്രെത്ത്, അങ്ങനെ 21 ഡീപ്പ് ബ്രെത്ത് ഉറക്കത്തിന് മുന്നേ നമ്മൾ എടുക്കുക, കൗണ്ട് ചെയ്ത് ഈ 21 ബ്രീത്തിൽ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ സാധാരണ നോർമലി അങ്ങ് കിടന്നുറങ്ങുക. പിന്നെ വേറൊരു വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്ക്, കൂടുതൽ പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ തവണ പുഞ്ചിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മറന്നു പോകുന്ന ഒരു കാര്യമാണത്, പുഞ്ചിരിക്കുക. എല്ലാവരും അവരവരുടെ ലൈഫാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. പല ചിന്തകളായിട്ട് പുഞ്ചിരിക്കാൻ നമ്മൾ മറന്നു പോയിരിക്കണോ. അപ്പം നമ്മൾ കൂടുതൽ പുഞ്ചിരിക്കുക. ഓഫീസിലായാലും പുഞ്ചിരിക്കുക, കൂട്ടുകാരെ കാണുമ്പോൾ പുഞ്ചിരിക്കുക, സ്വന്തം മാതാപിതാക്കളെ, സ്പൗസിനെ ആയാലും, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, ഏത് റിലേഷനായാലും കൂടുതൽ റിലേഷൻഷിപ്സിൽ നമ്മൾ കൂടുതൽ പുഞ്ചിരിച്ച് തുടങ്ങുക. നമ്മൾ കൂടുതൽ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ കുറേ നല്ല ഹോർമോൺസ് സെക്രീറ്റ് ആവുന്നുണ്ട്. അപ്പം നമ്മളത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ യൂസ് ചെയ്താൽ ഒരു പരിധി വരെ സ്ട്രെസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓഫീസുകളിൽ നമുക്കിപ്പം കുറേ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ വർക്കിൽ കുറേ പ്രഷർ എടുത്ത് നമുക്കൊന്ന് ക്യാൻറ്റീൻ വരെ പോകും. അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ എപ്പോഴും ഡെവലപ്പ് ചെയ്യാം. തീർച്ചയായും. പക്ഷേ ഈ ഫ്രണ്ട് സർക്കിളിനെ പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രവണത കൂടുതൽ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ പ്രായത്തിന് മൂത്തവരെ നമ്മൾ ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിക്കും. പക്ഷെ എന്നാലും പുറത്തുനിന്ന് കാണുന്ന ഒരാൾ നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെ നമുക്ക് ഈ സെയിം റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു നല്ല രീതിയിൽ ആ ഒരു റിലേഷൻ വെക്കാം,
അല്ലെങ്കിൽ ഇപ്പം നേരത്തെ ദീപ പറഞ്ഞു പുറമേന്ന് കാണുന്ന ഒരാൾ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന്, അതേപോലെ തന്നെ അകത്തുള്ള ആൾക്കാരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഒരിക്കലും ഒരു ഓഫീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയുടെ പ്രായം അല്ലെങ്കിൽ അവരുടെ ജെൻഡർ നോക്കി ഒരിക്കലും ബിഹേവ് ചെയ്യരുത്. ഓൾ ആർ ഈക്വൽ എന്നാണ് അത് CEO തൊട്ട് ഓഫീസ് ബോയ് വരെ അതിൽ ആപ്ലിക്കബിൾ ആണ്. ഓഫീസ് ബോയ് ചെയ്യുന്ന ജോലിയും പ്രധാനമുള്ളതാണ്, CEO ചെയ്യുന്ന ജോലിയും പ്രധാനമുള്ളതാണ്. എല്ലാം ഒരേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കൾച്ചർ അങ്ങനെയാണ്. അതിൽ പ്രായം അല്ലെങ്കിൽ ജെൻഡർ ഒന്നും അതിലൊരു ഒരു ഇതായി വരുന്നത് ക്രൈറ്റീരിയ ആയി വരുന്നില്ല. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏത് വ്യക്തി ആയാലും നമ്മൾ അവരുടെ പേര് വെച്ച് ആ റെസ്പെക്റ്റ് നമുക്ക് കൊടുക്കാം. ആ റെസ്പെക്റ്റ് വെച്ച് തന്നെ പേര് വിളിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മൾ മീറ്റിങ്ങുകളിലായാലും നമ്മൾക്ക് ചിലപ്പം നമ്മൾ അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ആയിരിക്കാം. പരസ്പരം സംസാരിക്കുമ്പം ഒരാൾ ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താ ഇത് അങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. ആ ഒരു ലാംഗ്വേജ് നമ്മുടെ ഓഫീസ് നമ്മൾ മനസ്സിലാക്കുക. ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കണം, ഇത് ജോലിയാണ്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഓഫീസിലെ സുഹൃത്ത് ചിലപ്പം ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തായിരിക്കും. അപ്പോൾ ജീവിതത്തിലെ സുഹൃത്ത് ബന്ധം ഓഫീസിലൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരിക്കലും ഒരു വിലങ്ങുതടി ആവാൻ പാടില്ല. നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മുടെ സുഹൃത്ത് ജോലിയിൽ ഒരു കാര്യം ശരിക്കും ചെയ്തില്ല, നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് വിചാരിക്കാം. നമ്മൾ വിചാരിക്കും ഓ എന്തായാലും എൻ്റെ സുഹൃത്തല്ലേ, കുടുംബമായിട്ട് തന്നെ ഞങ്ങൾ തമ്മിൽ അറിയും, ഇനി ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ വന്നു. അപ്പോൾ അവിടെ ആ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമായി. അങ്ങനെ ഒരിക്കലും പാടില്ല. പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യം, ഒരിക്കലും ഓഫീസ് റിലേഷൻഷിപ്സ് ഷുഡ് നോട്ട് ഗെറ്റ് ടു പേഴ്സണൽ. ഇറ്റ് ഷുഡിൻ ഗോ ബിയോണ്ട് ദറ്റ് ഓഫീസ് ലിമിറ്റ്. ഇനി ആവാം, സുഹൃത്ത് ബന്ധമാവാം, പക്ഷെ അത് ഓഫീസിന് പുറത്തായിരിക്കണം. ഓഫീസിൻ്റെ അകത്ത് അത്രയ്ക്ക് നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ഓഫീസിൻ്റെ അകത്ത് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അതില്ലാതെ രണ്ട് സുഹൃത്തുക്കളും ഒരുപാട് എഫേർട്ട് ഇട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ വളരെ കോൺട്രവേഴ്സി ഉള്ള കാര്യമാണ് ഓഫീസിലുള്ള അഫെയർസ്. ഇതേപോലെ പലരും പ്രണയത്തിൽ ഓഫീസിൽ വെച്ചിട്ട് ഓഫീസിൽ വെച്ച് പ്രണയിച്ചു, അതൊരു തെറ്റല്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഓഫീസ് ഒരു ലവേഴ്സ് നെസ്റ്റ് ആക്കി മാറ്റരുത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓഫീസിൽ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുന്നത് സാഹചര്യമാണ്. നിങ്ങൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യണു, ഒരു കുടക്കീഴിൽ വർക്ക് ചെയ്യണു, ഒരേപോലത്തെ ക്ലയൻറ്റിൻ്റെ അടുത്ത് വർക്ക് ചെയ്യണു അല്ലേ? അപ്പോൾ അതൊരു പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, എല്ലാവരും ഒരേപോലത്തെ കോഴ്സ് പഠിച്ച് വന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇൻട്രാക്ട് ചെയ്യാനും പരസ്പരം പോകാനും ഒക്കെ വളരെ വളരെ എളുപ്പമാണ്. അങ്ങനെ ഉണ്ടാവുന്ന ഫ്രണ്ട്ഷിപ്സാണ്. അപ്പം നമ്മൾ മറന്നു പോകുന്നൊരു വളരെ വലിയ വസ്തുത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട്ഷിപ്സ് സുഹൃത്ത് ബന്ധങ്ങൾ ഓഫീസിലായി ലിമിറ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പുറത്ത് വേറെ ബന്ധങ്ങൾ ഉണ്ടാവില്ല. ഒരു പക്ഷേ നാളെ ഈ ജോലി ഇല്ല എന്ന് വെക്കുക, നമ്മൾ ആരോട് സംസാരിക്കും? ഈ ജോലി അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ വിദേശത്തേക്ക് പോയി അല്ലെങ്കിൽ ജോലി വിട്ടിട്ട് പോയി വിചാരിക്കുക, നമ്മൾക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടാവില്ല ഒരു കാര്യത്തിനും. അപ്പം അങ്ങനെയല്ല, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, നമ്മൾക്ക് ഒരുപാട് ബന്ധങ്ങൾ വേണം. അപ്പോൾ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ തന്നെ ഉദാത്തമായൊരു ബന്ധമാണ് നല്ലൊരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൂടുതൽ പുറത്തേക്ക് നോക്കുകയും നമ്മളുടെ അതേ ചിന്താഗതിയുള്ള സമാന ചിന്താഗതിയുള്ള പല വ്യക്തികളുമായിട്ട് സുഹൃത്ത് ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും വേണം. അത് നമ്മളുടെ ഗ്രോത്തിനും നമ്മുടെ പേഴ്സണൽ ലൈഫിനും ഒത്തിരി എൻറിച്ചിങ് ആയിരിക്കും. അത് വളരെ പ്രധാനമായ കാര്യമാണ്. ഓഫീസിൽ മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. കൂടുതൽ പുറത്തേക്ക് നമ്മൾ നോക്കണം എന്നാണ് പറയാനുള്ളത്. നമ്മളിപ്പം കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇതിൽ കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനും മറ്റുള്ളവരെ ഉപദേശിക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. തീർച്ചയായും. പക്ഷേ ഇമേജ് പരിവർത്തനത്തിലൂടെ എങ്ങനെ ഒരാളെ കോൺഫിഡൻ്റ് ആക്കാം, എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുക? ദീപ, ഇമേജ് പരിവർത്തനത്തിൽ നമ്മൾക്കൊരു യുണീക്ക് പ്രോസസ്സ് ഉണ്ട്. അതൊരു പേറ്റന്റ് പെൻഡിങ് പ്രോസസ്സാണ്. ഇവിടെ ഓരോ വ്യക്തിക്കും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ക്ലാസ്സുകളുള്ളത്, സെഷൻസ് ഉള്ളത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അവരാരെയും കാണുന്നൊന്നുമില്ല, അവരുടെ സൗകര്യമുള്ള സമയത്ത് അവർ വരുന്നു. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു വ്യക്തിയെ നമ്മൾ പരിപൂർണമായി നമ്മൾ അവരെ മനസ്സിലാക്കും. കുറച്ച് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത കുറച്ച് ടെസ്റ്റുകളുണ്ട്, അത് കൂടാതെ തന്നെ നമ്മൾ ഒരുപാട് സംസാരിക്കും. അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഗ്ലാസ് സീലിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ബാരിയർ. അതിപ്പോൾ ദീപയ്ക്കുണ്ട്. എല്ലാ വ്യക്തികൾക്കും ഒരു ബാരിയർ ഉണ്ടാവും. അത് നമ്മുടെ കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളായിരിക്കാം, വളർന്നു വന്നപ്പോഴുണ്ടായ ചില ചിന്താഗതികളായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ചിലർ നമ്മളെപ്പറ്റി പറഞ്ഞ ചില കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാരണം, സാഹചര്യങ്ങൾ കാരണം ഒരു ബാരിയർ നമ്മളെ മനസ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ ബാരിയർ എന്ന് നമ്മൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നോ
അന്ന് നമുക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് ഒരുപാട് നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ആലോചിക്കുകയാണ്, എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ തന്നെ കുറച്ച് ആലോചിച്ചു. അപ്പോൾ എന്തായാലും കണ്ടിരിക്കുന്നവരുടെ അവസ്ഥ അതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ദീപയെയും റിപ്പോർട്ടർ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഓരോരുത്തർക്കും ഒരു വളരെ നല്ല കരിയർ പരിവർത്തൻ്റെ പേരിൽ, ഇമേജ് പരിവർത്തൻ്റെ പേരിൽ ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.